കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ അവഗണനയ്ക്കിടയിലും സ്വയം പര്യാപ്തമാകാൻ എല്ലാ വഴികളും തേടുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. വലിയ രീതിയിലുള്ള അവഗണന കേരളത്തോട് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. പക്ഷെ അപ്പോഴൊക്കെ പ്രതീക്ഷ സംസ്ഥാന ബജറ്റിൽ തന്നെയായിരുന്നു. സാധാരണക്കാരെ കൈയൊഴിയാത്ത ജനപ്രിയമായ ബജറ്റ്. ഏത് രീതിയിലാണ് സർവ്വ മേഖലകളിൽ നിന്നുള്ള ബജറ്റിനോടുള്ള പ്രതികരണങ്ങൾ? വിൻഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പൂർണ്ണമായും ഫെഡറലിസത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും വെട്ടിച്ചുരുക്കുന്ന, അതിനെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നിലപാടായിരുന്നു കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ബദൽ നയം സ്വീകരിക്കുന്ന ബഡ്ജറ്റാണ് കേരളം അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന ബഡ്ജറ്റ് തന്നെയായിരുന്നു. സാധാരണക്കാരനെയും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഒപ്പം മധ്യവർഗത്തിൽ പെട്ട ആളുകൾ, ഒപ്പം തന്നെ ഈ സംരംഭകർ, വ്യവസായികൾ, ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ പൂർണ്ണമായും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ ഒരു ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ ഇപ്പോൾ നവകേരള സൃഷ്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ പര്യാപ്തമാകുന്ന നിലയിലുള്ള ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. അതുതന്നെയാണ് അതിലെ ഓരോ വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്ന വിഹിതവും ഒപ്പം തന്നെ ഓരോ മേഖലയും അതിൽ സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങളും എടുത്തു നോക്കിയാൽ വ്യക്തമാവുക. കാർഷിക മേഖലയുണ്ട്, ഒപ്പം തന്നെ സാധാരണക്കാരായുള്ള ആളുകളുടെ ക്ഷേമ പെൻഷനുണ്ട്. അത് തുടർന്നും കൊണ്ടുപോകാൻ അതിൻ്റെ ഗഡുക്കൾ കൊടുത്തു തീർക്കാൻ 2-3 ഗഡുവാണ് ഇനി കുടിശ്ശികയായി കൊടുത്തു തീർക്കാനുള്ളത്. അത് ഈ വർഷം തന്നെ കൊടുത്തു തീർക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അടുത്ത സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ ആ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ അതിദരിദ്ര നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA അത് നിലവിൽ അതിൻ്റെ കട്ടിംഗ് സമ്പ്രദായം തന്നെ നിർത്തലാക്കാനുള്ള അടുത്ത ഈ സാമ്പത്തിക വർഷത്തോടുകൂടി ആ DA കട്ട് ചെയ്യുന്ന നടപടിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ കൊടുത്തു തീർക്കാനുള്ള ഗഡുക്കൾ ഈ വർഷം മുതൽ കൊടുത്തു തീർക്കാനുള്ള തീരുമാനത്തിൽ നിലവിൽ തന്നെ കഴിഞ്ഞ ഏപ്രിൽ ഒരു ഗഡു കൊടുത്തു തീർത്തതാണ്. അതിനുശേഷം വീണ്ടും മറ്റ് ഗഡുക്കൾ കൂടി കൊടുത്തു തീർക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ശമ്പള പരിഷ്കരണമായ വിഷയങ്ങളിലേക്ക് ഒക്കെ സർക്കാർ കടക്കുന്നു. അങ്ങനെ കാർഷിക മേഖലയിൽ പുതിയ തരത്തിൽ ഒരു കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞ ഒരു കേരളത്തെ പൂർണ്ണമായും സ്വന്തം നിലയിൽ പര്യാപ്തമാക്കാൻ ഉതകുന്ന നിലയിലുള്ള ബജറ്റാണ് നിലവിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ധനകാര്യ മാനേജ്മെൻറ്റിൽ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. കാരണം പല വിഹിതങ്ങളും, ധനകമ്മീഷൻ വിഹിതം ഉൾപ്പെടെയുള്ളവ അത് ഏകദേശം പകുതി മുക്കാലോളം ആണ് കഴിഞ്ഞ വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധിയുണ്ട്, അത് വെട്ടിക്കുറക്കുന്നു. മറ്റ് സർക്കാരിന് ലഭിക്കേണ്ട, കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ ഒക്കെ വെട്ടിക്കുറക്കുന്നു. അതിൽ നിന്ന് എല്ലാം മാറി അതിനെ ആശ്രയിക്കാതെ മറ്റൊരു തരത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമാകാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ബഡ്ജറ്റാണ്. അത് സർക്കാർ നേരത്തെ തന്നെ കഴിഞ്ഞ 2-3 വർഷമായി, നേരത്തെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന് കേന്ദ്രം പൂർണ്ണമായും കൈയൊഴുകുകയാണെങ്കിൽ അതിൽ ഒരു B പ്ലാൻ ഉണ്ട്. ആ B പ്ലാൻ കൂടി വർക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്ന ബജറ്റാണ് നിലവിൽ ഇന്നലെ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ വിഷയം മുതൽ കേരളത്തിന് സ്വയം പര്യാപ്തമാകാൻ കഴിയുന്ന വ്യവസായ സംരംഭങ്ങളിൽ വരെയുള്ള ഇടപെടൽ ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ കേരളത്തിന് അത് സ്വയം പര്യാപ്തമായി സ്വയം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സ്വന്തം നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന വരുമാന മാർഗ്ഗങ്ങൾ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും ഒക്കെ നിർദ്ദേശം നൽകുന്ന ബജറ്റാണ് നിലവിൽ ഇന്നലെ മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് ഇതിനെ ഈ ബജറ്റിനെ മറ്റൊരു തരത്തിൽ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും അതിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 50% വർദ്ധിപ്പിച്ചതിലെ കുറ്റമാണ് പറയാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതിലും ഈ ഭൂനികുതി വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ അത് വേണ്ടതാണ് എന്ന് അംഗീകരിക്കുന്ന പ്രതിപക്ഷത്തെയും കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നിലവിൽ കോർട്ട് ഫീസ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ വെച്ച് അതിൻ്റെ ശുപാർശ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോർട്ട് ഫീസ് വർധനയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമാനം സ്വീകരിക്കാനുള്ള കേരളത്തിൻ്റെ തനതായ മേഖലകളിൽ അത്തരം വരുമാനങ്ങൾ കൃത്യമായി നേടിയെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് ബജറ്റ് കടക്കുമ്പോൾ തന്നെ സാധാരണക്കാരനെയും ഒപ്പം തന്നെ പൂർണ്ണമായും കേരളത്തെ ആശ്രയിക്കുന്ന ജനങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ബജറ്റ് എന്ന് തന്നെ ഒറ്റ വാക്കിൽ ഈ ബജറ്റിനെ പറയാം. ഒപ്പം തന്നെ ഒരു ടേക്ക് ഓഫിന് കേരളം തയ്യാറെടുക്കുന്നു എന്നുള്ള വാക്ക് തന്നെയാണ്
ധനമന്ത്രി ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ധനപ്രതിസന്ധിയിൽ നിന്ന് കേരളം കരകയറാൻ പോകുന്നു എന്നുള്ള സൂചനകളും ധനമന്ത്രി നൽകുകയും ചെയ്തു. അതാണ് ഈ ബി പ്ലാനിലൂടെ കേരളം സ്വയം പര്യാപ്തമാകാനുള്ള തീരുമാനത്തിലേക്ക് കേരളം സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. മിനിഷ. യെസ്, താങ്ക് യു വിജിൻ. വിജിനാണ് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ സമഗ്രമായി തന്നെ അവലോകനം നടത്തിയത്.